വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അല്പസമയ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യമാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ക്രിസ്തുയേശുവിലും സഭയിലും തലമുറയായും അവൻ്റെ മഹത്വം എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, നാം എന്ത് ചിന്തിച്ചാലും എന്താഗ്രഹിച്ചാലും അത് ഞൊടിയിണയിൽ തരാനായിട്ട് കഴിയുന്ന സർവശക്തനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതെന്ന്, അല്ലേ? പക്ഷെ നാം ചോദിക്കുന്ന പല കാര്യങ്ങളും കുറച്ച് ടൈം എടുക്കുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ളൊരു പരാതി. എല്ലാം നമുക്ക് കിട്ടില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ പക്ഷേ 2 ദിവസം എടുത്തേക്കാം, 1 മാസം എടുത്തേക്കാം, 6 മാസം എടുത്തേക്കാം, 1 വർഷം എടുത്തേക്കാം, ഒരു പക്ഷേ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നേക്കാം നാം ചോദിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട്. പക്ഷേ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ തരാതെ ഓരോരുത്തർക്കും ഓരോ കാലയളവ് ദൈവം വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? അപ്പോൾ നമുക്കത് കൂടെ ഒന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞ് വാശിയെടുക്കുന്നത് നമുക്കിപ്പോൾ സർവ്വസാധാരണമായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യമാണല്ലേ, ഒരു കാഴ്ചയാണ്. പക്ഷേ ചില മാതാപിതാക്കൾ തൻ്റെ മക്കളുടെ നല്ല ഭാവിയെ കരുതി അവർക്ക് ഫോണൊന്നും വാങ്ങിക്കൊടുക്കത്തില്ല. അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നീ പഠിച്ച് ജോലി വാങ്ങി വലിയൊരാളായതിനു ശേഷം അപ്പോൾ മാത്രം നീ തന്നെ നിൻ്റെ അധ്വാനത്തിൽ നിന്ന് ഫോൺ വാങ്ങിക്കോളൂ, നിൻ്റെ ആവശ്യത്തിനുള്ള എല്ലാ സാധനവും വാങ്ങിക്കോളൂ. പക്ഷേ ഇപ്പോൾ പഠിക്കാനുള്ള സമയമാണ്. ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽ പറയുന്നവർ ചുരുക്കമായിരിക്കും. പക്ഷെ പണ്ടത്തെ ജനറേഷൻ, കഴിഞ്ഞ ജനറേഷനിൽ ഇങ്ങനെ പറയുന്നവരായിരുന്നിരിക്കും കൂടുതലും. അതിനെന്തായിരിക്കും കാരണം? ആ സമയത്തൊക്കെ പാരൻസ് ചിന്തിച്ചിരുന്നത് മക്കളുടെ നല്ല ജീവിതമാണ്, നല്ല ഭാവിയാണ്. ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അവർ നശിച്ചു പോകും എന്നുള്ളതല്ല, പക്ഷേ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അറിവുള്ള പാരൻസ് അതിന് കുറച്ച് കാലതാമസം എടുക്കുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് വിവാഹപ്രായം എപ്പോഴാണെന്ന് നോക്കി അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകൾ നോക്കി അനുയോജ്യ സമയത്ത് അവരെ വിവാഹം ചെയ്തു വിടുന്നു. അതെന്തുകൊണ്ട് നേരത്തെ വിവാഹം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ലേറ്റായിട്ട് ചെയ്യുന്നില്ല? അതിനൊരു സമയമുണ്ടല്ലേ. പാരൻസ് അത് ഒരു സമയം നിശ്ചയിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെയാണ് അത് ആലോചിക്കുന്നത്. അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ സമയം, അതുപോലെ ഒരാൾക്ക് വീട് വയ്ക്കുന്നത്, കാറ് വാങ്ങുന്നത്, 2 വീലർ വാങ്ങുന്നത്. അപ്പോൾ അവർ ആ ഒരു മെച്യൂരിറ്റി എത്തുന്നത് വരെ പാരൻസ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, അവരെല്ലാം ഒന്ന്, അല്ലെങ്കിൽ വൈഫ് ആയിക്കോട്ടെ, അവരൊന്ന് ഇങ്ങനെ ഒന്ന് ബ്രേക്ക് പിടിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഓരോ സമയത്തും നമ്മുടെ പ്രായം അനുസരിച്ച്, നമ്മുടെ മെച്യൂരിറ്റി അനുസരിച്ചാണ് നമുക്ക് ഓരോ സാധനങ്ങൾ നമുക്ക് പാരൻസ് വാങ്ങിത്തരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കാര്യം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ? ഇതിനേക്കാളും ഈ ഒരു ദോഷം നിറഞ്ഞ ഈ ഒരു സമൂഹത്തിലുള്ള പാരൻസിനെക്കാളും എത്രയോ മടങ്ങ് നന്മയുള്ളതും നല്ല രീതിയിൽ ചിന്തിക്കുന്നതും മക്കൾ നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്. അപ്പോൾ നമ്മളെപ്പോഴും പിതാവായ ദൈവത്തോട് ഇങ്ങനെ മത്സരിച്ച്, അല്ലെങ്കിൽ ദൈവത്തോട് ഇങ്ങനെ കുറ്റം പറയുന്നവരാണല്ലേ. ഞാൻ എത്ര നാളുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇതെന്താ എനിക്ക് സാധിച്ചു തരാത്ത, എന്തുകൊണ്ട് എനിക്കതൊന്നും തരുന്നില്ല, ബാക്കി എല്ലാവർക്കും കിട്ടിയല്ലോ. ഇതെല്ലാം പറയുന്ന ടൈമിൽ നാം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്: നമ്മുടെ ദൈവം നമുക്കൊരു പെർഫെക്റ്റ് ടൈമിംഗ് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തരുന്നതിന് ഒരു പ്രത്യേക റീസണും ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സമയമായിരിക്കും നമുക്കതിൽ ആപ്റ്റായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സമയം. ഓക്കെ, നമുക്കതിനെപ്പറ്റി കൂടുതലായിട്ട് ഒരു കഥയിലൂടെ ചിന്തിക്കാം. അതിന് മുൻപായിട്ട് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഷെർലിൻ. എവിടെന്നാ വിളിക്കുന്നേ? നെയ്യാറ്റിൻകര തൊഴുക്കൽ അല്ലേ? ഓക്കെ, അപ്പൊ സുഖമായിട്ടിരിക്കുന്നു ആൻറ്റി? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ. അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് പോയാലോ? പ്രോഗ്രാം കാണാറുണ്ടോ? പ്രോഗ്രാമിനെ പറ്റി അറിയാലോ അല്ലേ? കാണാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോവാണ്. അപ്പോൾ ആൻറ്റിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ചോദ്യം ഇതാണ്:
ആത്മസ്വഭാവം ഉള്ളവരിൽ എന്ത് വസിക്കുന്നു? ദൈവത്തിന്റെ ആത്മാവ്. ശരി ഉത്തരവാണ് ആന്റി, ദൈവത്തിന്റെ ആത്മാവ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് ആന്റി പാട്ടൊക്കെ പാടാറുണ്ടോ? ഇതിലുള്ള എല്ലാവരെ കൊണ്ടും ഞാൻ പാട്ട് പാടിക്കും. ഓരോ പാട്ട് പാടുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണല്ലോ. അതായത് ദൈവത്തെ സ്തുതിക്കുന്നത് പാട്ടിലൂടെയാണല്ലോ. ഓക്കെ ആന്റി, പാട്ടോ 2 വരി പാടുവോ? പാടിക്കോളൂ ആന്റി. ഹലോ ആന്റി, നന്നായിട്ട് പാടി കേട്ടോ. ആന്റി ഏത് ചർച്ചിലാ പോകുന്നേ? ഓക്കെ, ആ ശരി ശരി. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഇപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയമായത് എന്താണ്? മരണം. ശരി ഉത്തരാണ്. ഇപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് ആന്റിക്ക് എന്തെങ്കിലും സാക്ഷ്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനായിട്ടുണ്ടോ? എന്റെ ഹസ്ബൻഡ് മരിച്ചായിരുന്നു. 13 വർഷം കഴിഞ്ഞു. ഓക്കെ, എങ്ങനെയായിരുന്നു ആന്റി? ന്യൂമോണിയ വന്നിട്ട്. പിന്നെ അന്ന് എന്റെ കൊച്ചു മക്കള് ചെറുതായിരുന്നു, വളരെ ചെറുതായിരുന്നു. 9 4 വയസ്സായിരുന്നു. ഇന്ന് മൂത്ത മോള് BSMSന് തേർഡ് ഇയർ പഠിക്കുന്നു, ഇളയാള് പ്ലസ് 2 കഴിഞ്ഞു. ഇതുവരെയും കൊണ്ടുവന്നു. അതിന് വലിയൊരു സാക്ഷ്യമാണ്. തീർച്ചയായിട്ടും. ഓക്കെ ആന്റി, അപ്പോൾ തീർച്ചയായിട്ടും ദൈവം ആന്റി മക്കളെയും വലിയൊരു അനുഗ്രഹത്തിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും ആന്റി. ഓക്കെ, അപ്പോൾ മരിച്ചു പോയവരെ കുറിച്ച് ഒരിക്കലും ഭാരപ്പെടണ്ട. കാരണം നമ്മൾ അവരെ വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു സമയം തീർച്ചയായിട്ടും വരും. അത് വളരെ വിദൂരമൊന്നും അല്ല കേട്ടോ. ഉടനെ യേശുപ്പൻ രണ്ടാമത് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരെല്ലാവരെയും കണ്ടുമുട്ടും, അവരുടെ കൂടെ ചേർക്കപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ദൈവത്തിന്റെ മക്കൾ ആരാണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ. ശരി ഉത്തരവാണ് ആന്റി, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ. ഓക്കെ, അപ്പം നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ പ്രാപിച്ച ആത്മാവ് ഏതാണ്? ആത്മാവ്. ശരി ഉത്തരാണ് ആന്റി, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. ഓക്കെ, അപ്പൊ 4 ചോദ്യങ്ങൾക്കും ശരിയുത്തരം നൽകിയിരിക്കുകയാണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ആന്റി നമ്മളെ ഇനിയും വിളിക്കണേ. നമ്മുടെ പ്രോഗ്രാം കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, കാണാറുണ്ട്. ഓക്കെ, വളരെ സന്തോഷം ആന്റി. ഓക്കെ, ശരി ആന്റി. നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് ഷെർലിൻ ആൻറ്റി ആയിരുന്നു. അപ്പോൾ വിളിച്ചതിൽ വളരെ സന്തോഷം ആൻറ്റി. ദൈവം അനുഗ്രഹിക്കട്ടെ, മക്കളുടെ വിദ്യാഭ്യാസം എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഒരു പുതിയൊരു സ്റ്റോറി കേട്ടാൽ എന്താ? ഒരച്ഛനും തൻ്റെ മകനുമായിട്ട് ഒരു ദിവസം വൈകുന്നേര സമയത്ത് ഇങ്ങനെ നടക്കാനിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നടക്കാനിറങ്ങിയപ്പോൾ ഒരു കുഞ്ഞു കട കണ്ടിട്ട് മോന് ഭയങ്കര ഒരു ആഗ്രഹം, ഒരു ചോക്ലേറ്റ് കഴിക്കണം.
അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള 5 സ്റ്റാറിൻ്റെ ചോക്ലേറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പോൾ അച്ഛൻ നേരെ അവനെ കൊണ്ട് കടയിലേക്ക് പോയി. 5 സ്റ്റാർ ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ കടക്കാരൻ പറഞ്ഞു, അയ്യോ സാർ, അത് മാത്രമില്ല, വേറെ എല്ലാ ചോക്ലേറ്റും ഉണ്ട്, ഡയറി മിൽക്ക് വരെ ഉണ്ട്, അതായാലും പോരെ എന്നുള്ള രീതിയിൽ ചോദിച്ചു. പക്ഷെ ആ മോന് ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല കേട്ടോ. കുഞ്ഞു കുട്ടികളല്ലേ, അവരുടെ ഇഷ്ടം അത് തന്നെ കിട്ടുന്നത് വരെ അതേ വാശിയായിരിക്കുമല്ലോ. പക്ഷെ അതേസമയം ഇതില്ലാത്തത് കൊണ്ട് അവനാകെപ്പാടെ വിഷമവും ദേഷ്യവും ഒക്കെ വന്നു. അവൻ പറഞ്ഞു, അയ്യോ എനിക്കിപ്പോൾ തന്നെ ചോക്ലേറ്റ് കഴിക്കണം, എനിക്ക് കഴിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, അച്ഛൻ എനിക്കൊന്ന് വാങ്ങിത്താ അച്ഛാന്ന് പറഞ്ഞ് ഒരേ നിർബന്ധമായിരുന്നു. അച്ഛൻ പറഞ്ഞു, മോനെ ഈ കടയിലില്ല, പക്ഷെ വേറെ കടകളിലുണ്ടാവുമല്ലോ, അപ്പം നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വാങ്ങാം. പക്ഷെ മോനെ അതൊന്നും കേൾക്കും കൂട്ടായില്ല, എനിക്കിപ്പം തന്നെ വേണമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കരയാണ് കേട്ടോ. അച്ഛൻ ചെറിയ അടിയൊക്കെ കൊടുത്തിട്ട്, നീ എന്താ ഈ കാണിക്കുന്നത്, ഇങ്ങനെയാണോ കാണിക്കേണ്ടത്, നിർബന്ധം പിടിച്ച് ഇങ്ങനെ കരയുന്നത് ശരിയാണോ, നല്ല കുട്ടികൾ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് ശാസിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിന്നവർ ചിലരൊക്കെ അച്ഛനെ കുറ്റപ്പെടുത്തി. അയ്യോ ഈ ഒരു കുട്ടിയെ വളർത്തിയിരിക്കുന്ന കണ്ടില്ലേ, ഇങ്ങനെയാണോ കുട്ടികൾ പൊതുസ്ഥലത്ത് പെരുമാറേണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛനെ കുറ്റപ്പെടുത്തി. ചിലർ ആ കുട്ടിയെ കിടന്ന് കളിയാക്കി. കാരണം ഇങ്ങനെ എന്തിനാണ്ടാ നീ ഇങ്ങനെ ചെയ്യുന്നേ, നിനക്ക് എന്താ ബുദ്ധിയില്ലേ, ബോധമില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ കുട്ടിയും കളിയാക്കി പരിഹസിച്ചു. അപ്പോൾ ഇതെല്ലാം കണ്ട് ഈ അച്ഛന് വളരെയധികം വിഷമം തോന്നി. അച്ഛൻ മോനെ മാറ്റി നിർത്തി പറഞ്ഞു, മോനെ ഈ കടയിലില്ല, അച്ഛൻ വേറൊരു കടയിൽ നിന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ നീ എന്താ അത് സമ്മതിക്കാത്തേ? എന്നിട്ടും അവൻ്റെ സങ്കടം അടക്കാനായിട്ട് അവന് കഴിയുന്നേ ഉണ്ടായിരുന്നില്ല. അവൻ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവനും അച്ഛനുമായിട്ട് വീണ്ടും കുറച്ച് ദൂരം നടന്നു. പക്ഷെ നടന്നപ്പോഴും അവൻ്റെ വാശിയും ആ ഒരു സങ്കടമൊക്കെ കണ്ടിട്ട് അച്ഛൻ വിചാരിച്ചു, ഇനി നടന്നിട്ട് കാര്യമില്ല, ഇനി വീണ്ടും ആൾക്കാരെ നോക്കി കളിയാക്കത്തില്ലേ, അവൻ എന്തായാലും വീട്ടിൽ കൊണ്ട് ചേർത്തിട്ട് പതിയെ പോയി വാങ്ങിയിട്ട് വരാമെന്ന് കരുതി അച്ഛൻ അവനെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. അവൻ വീട്ടിലേക്ക് പോയി അമ്മയുടെ കയ്യിലേക്ക് അവനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ വരാം, ഞാൻ റോഡിലേക്ക് പോവുകയാണ്, നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും മോന് ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ ആയിരുന്നു. അങ്ങനെ മോൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, അച്ഛനെ എനിക്ക് വാങ്ങി തന്നില്ല, അവിടെ ഇല്ലായിരുന്നു, എന്നാലും അവിടെ എന്താ ഇല്ലാത്ത, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അമ്മയായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ അച്ഛനൊരു വലിയ പാക്കറ്റ് നിറച്ച് അവനിഷ്ടമുള്ള 5 സ്റ്റാർ ചോക്ലേറ്റുമായിട്ട് വീട്ടിലേക്ക് കടന്നു വന്നു. ഇത് കണ്ട മകൻ വളരെയധികം സന്തോഷിച്ചു. അവൻ ആഗ്രഹിച്ചത് ഒരേ ഒരു ചോക്ലേറ്റിനായിരുന്നു. പക്ഷേ അച്ഛൻ അവൻ്റെ സങ്കടം വിഷമമൊക്കെ കണ്ടുകൊണ്ട് ഒരു പാക്കറ്റ് ഫുള്ളായിട്ടൊരു ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ ഇന്ന് നിർബന്ധം പിടിച്ച് കരഞ്ഞത് കൊണ്ടല്ല ഞാനിത് വാങ്ങിത്തന്നത്, നീ അത് ആഗ്രഹിച്ച സാധനം അവിടെ കിട്ടിയില്ല എന്നുള്ളത് ശരിയാണ്, അതിന് കരയുന്നത് ഏറ്റവും വലിയ തെറ്റുമാണ്. അത് കണ്ടില്ലേ, എല്ലാവരും നിന്നെ തന്നെ കളിയാക്കി, അച്ഛനെ കളിയാക്കി. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് ഒരു പാക്കറ്റ് ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നത്, തീർച്ചയായിട്ടും ഞാനിത് നിനക്ക് തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും, പക്ഷെ അതിന് കുറച്ച് വെയിറ്റ് ചെയ്യുക. നിനക്ക് ഒന്നാണ് ആവശ്യമെങ്കിൽ ഞാൻ ഒരു 100 ഞാൻ നിനക്ക് വാങ്ങിത്തരും, പക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് ക്ഷമിക്കുക, കരഞ്ഞ് ബഹളം വെക്കാതിരിക്കുക, ദേഷ്യപ്പെടാതിരിക്കുക, ഒന്ന് വെയിറ്റ് ചെയ്താൽ നിനക്കൊന്നല്ല വളരെ അധികം നന്മകൾ ലഭിക്കും എന്ന് അച്ഛൻ ആ മകനോട് ശാന്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ അവന് മനസ്സിലായി, ഓക്കെ, ഒരിക്കലും എന്തെങ്കിലും കിട്ടിയില്ല, നഷ്ടപ്പെട്ടു എന്ന് കരുതി കരയുകയോ ബഹളം വയ്ക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യാതെ സാവകാശം ഒന്ന് സമാധാനത്തോടെ ഒന്നിരുന്നാൽ അതിന് പ്രതിഫലമായിട്ട് വലിയൊരു അനുഗ്രഹം നമ്മെ തേടിയെത്തുമെന്ന് ആ കുഞ്ഞിന് മനസ്സിലായി. ഓക്കെ, നമുക്കിത് ആസ്പദമാക്കിയുള്ള വചനം കേൾക്കണ്ടേ? അതിനു മുൻപായിട്ട് നമുക്കൊരു കോള് വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇത് ആരാ സംസാരിക്കുന്നേ? ഓക്കെ ആൻറ്റി, എവിടെന്നാ വിളിക്കുന്നേ? കവടിയാർ. ആൻറ്റി എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ആൻറ്റി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് എന്റെ കൊച്ചുമകനും രണ്ട് മക്കളുമായിട്ടുള്ള കുടുംബത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ കൂടെ അവരുടെ കൂടെയാണ്. ഓക്കെ, കൊച്ചുമക്കളൊക്കെ എങ്ങനെ, മിടുക്കരാണോ പഠിക്കാനൊക്കെ? എന്തോ കൊച്ചുമക്കളൊക്കെ മിടുക്കരാണോ പഠിക്കാൻ? ഓക്കെ ആൻറ്റി, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആൻറ്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: ഭയപ്പെടേണ്ടതിന് നാം പ്രാപിച്ച ആത്മാവ് ഏതല്ല? ഭയപ്പെടേണ്ടതിന് നാം പ്രാപിച്ച ആത്മാവ് ഏതല്ല? ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല.
ശരി ഉത്തരവാണ് ആന്റി, ദാസ്യത്തിന്റെ ആത്മാവ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ദാസ്യത്തിന്റെ ആത്മാവിന് പകരം നാം പ്രാപിച്ചത് എന്താണ്? ഓക്കെ, എന്തെന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്? ഓക്കെ, ശരി ഉത്തരാണ് ആന്റി, ആപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ. ഓക്കെ, രണ്ട് ചോദ്യങ്ങളും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. ഈ ഒരു സന്തോഷത്തില് ഒരു പാട്ടങ്ങ് പാടിയാലോ? ഉന്നതൻ കൈപേര് ഓരോ ദിവസവും ഉന്നതി ഞാൻ നിന്നെ ശക്തരാക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ വലം ഞാൻ നിന്നെ ശക്തരാക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ നയിക്കും വലം ഹലോ ആന്റി, നന്നായിട്ട് പാടി കേട്ടോ, നല്ലൊരു പാട്ട്. ആന്റി എഴുതിയതാണോ? അയ്യോ, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയും പുതിയ പുതിയ പാട്ടുകളൊക്കെ എഴുതാനായിട്ട് ദൈവം സഹായിക്കട്ടെ ആന്റി. ഓക്കെ, ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: നാം ദൈവത്തിന്റെ മക്കൾ ആകുന്നുവെന്ന് സാക്ഷ്യം ആര് പറയുന്നു? ആത്മാവ് നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ശരി ഉത്തരാണ് ആന്റി. ശരി ഉത്തരാണ് ആന്റി, ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവിനോട് കൂടെ. ഓക്കെ, അപ്പൊ നമുക്കിനി ഒരൊറ്റ ചോദ്യം കൂടെ അവശേഷിക്കുന്നുള്ളൂ. അപ്പൊ അതിന് മുൻപായിട്ട് ആന്റിക്കിപ്പം വചനത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റുമല്ലേ, ഒരുപാട് വ്യക്തികളെ കാണാൻ പറ്റും ബൈബിളിൽ അല്ലേ? യേശുവിനെ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് യേശു, നമ്മുടെ ദൈവമാണ്, നമ്മുടെ കർത്താവാണ്. ഓക്കെ, യേശുവിനെ മാറ്റി നിർത്തിയാൽ ബൈബിളിലുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആരാണ്? ഓക്കെ, മോശ. ഓക്കെ, പൗലോസിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുള്ളതാ. അപ്പൊ മോശയെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം? ഇത്രയും ക്ഷമയും സഹനശക്തിയും എല്ലാ രീതിയിലും 600,000 ജനങ്ങളെ നയിച്ചുകൊണ്ട് പോകാനുള്ള വിൽ പവറും നേടിയെടുത്ത് നിൽക്കാനായിരുന്നുവെങ്കിലും ദൈവമേ നീ എന്നോട് കൂടെ വരുന്നില്ലെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ ദൈവത്തെയും കൂടെ വിളിച്ചിറക്കി കൂടെ കൊണ്ട് നടന്ന ആളാണ്. അത് മോശയെ വിളിക്കുമ്പോൾ തന്നെ മോശ ഇങ്ങനെ പറഞ്ഞിരുന്നു, എതിർത്ത് പറഞ്ഞിരുന്നു, ഞാൻ വിക്കനാണ്, എന്നെ വിളിക്കണ്ട, ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു മോശയ്ക്ക്. പക്ഷെ അതെല്ലാം കൊടുത്ത് ധൈര്യപ്പെടുത്തി ദൈവം കൊണ്ടുപോയിട്ടും പിന്നെയും മോശയ്ക്ക് ഒരു പേടിയുണ്ടായിരുന്നു. ഇതെന്നെ കൊണ്ട് പറ്റുമോ, ചെയ്യാൻ പറ്റുമോ, അങ്ങ് എൻ്റെ കൂടെ വരണം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവം ആ ഒരു ഇതിൽ നിന്ന് മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനം അത് വേറൊരാളിൽ കൊടുത്തത് എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ മോശ വളരെ എന്ന് വെച്ചാൽ നമുക്കായാൽ പോലും ഇത്രയും വലിയൊരു ദൗത്യം ചെയ്തു തീർക്കാൻ ഭയങ്കര അതിൻ്റേതായിട്ടുള്ളൊരു പേടി ഉണ്ടാവും അല്ലേ? എന്നാലും മോശ അതുപോലെ ദൈവം കരുതി എന്നുള്ളതാണ്. രാജാവിനോട് സംസാരിക്കാനോ ആ വിക്കനെ തന്നെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മുടെ വീട്ടിലുള്ള മക്കളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ അതെ, വളരെ പാടാണ്. കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ എത്ര എനിക്കറിയില്ല 6 ലക്ഷം പുരുഷന്മാര്
പിന്നെ അതിന്റെ ഇരട്ടി സ്ത്രീകള്, അതിന്റെ ഇരട്ടി കുഞ്ഞുങ്ങള്, അത്ര മാത്രം എല്ലാവരെയും നയിച്ചുകൊണ്ട് പോയില്ല. അതെ, ഓരോരുത്തരുടെ സ്വഭാവവും വ്യത്യസ്തമാണ്. അപ്പോൾ ഒരാൾ നല്ലത് പറയുമെങ്കിൽ മറ്റൊരാൾ കുറ്റപ്പെടുത്തുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം സഹിച്ച് അവരെയൊക്കെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അതൊരു വലിയ കാര്യമാണ്. ഓക്കെ ആൻറ്റി, അപ്പോൾ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം. പുതിയ നിയമത്തിൽ വരുമ്പോൾ പൗലോസ് അപ്പോസ്തലനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആൻറ്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുവാണ്. ആൻറ്റി റെഡിയല്ലേ? അതെ. ഓക്കെ, അവസാനത്തെ ചോദ്യം ഇതാണ്: നാം മക്കളാണെങ്കിൽ എന്തിനെല്ലാം അവകാശികളാകുന്നു? ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാണ്. വളരെ ശരി ഉത്തരവാണ് ആൻറ്റി. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ഓക്കെ, അപ്പം 4 ചോദ്യവും ശരിയായിരിക്കുകയാണ്. ആൻറ്റിക്ക് സന്തോഷമായോ? വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് ദൈവം വിളിക്കുന്നത് പോലെയാണ് ഈ സൗണ്ട് കേട്ട് ഞാൻ ഇതിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ദൈവ നിയോഗമാണ് എന്ന് ഞാൻ ഏറ്റെടുക്കും. ഓക്കെ ആൻറ്റി, വളരെ സന്തോഷം ആൻറ്റി. വിളിച്ചതിൽ ആൻറ്റിയോട് സംസാരിക്കാൻ പറ്റിയതിൽ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും വിളിക്കുക, സംസാരിക്കുക. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് സലീല ആൻറ്റി ആയിരുന്നു. ആൻറ്റി വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആ വചനഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പം നമ്മളിവിടെ കണ്ടതെന്ന് വെച്ചാൽ, ഒരു പിതാവ് തൻ്റെ മകന് ഒരു ചോക്ലേറ്റിന് പകരം ഒരു വലിയ ചോക്ലേറ്റ് അവന് കൊടുത്തു. അവന് ഹാപ്പിയായി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ വചനത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നോക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, യേശു എന്തെങ്കിലും ഒരു വാഗ്ദാനം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിവർത്തീകരിക്കുന്നത് അല്ലെങ്കിൽ നിവൃത്തിയാക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഇപ്പം വാഗ്ദത്തം കൊടുത്ത അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ, വചനത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ് സക്കായി, അല്ലേ? അപ്പോൾ സക്കായി എല്ലാവരിൽ നിന്നും പിരിവും ചുങ്കം പിരിച്ചും ഒക്കെ നടന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ സക്കായിക്ക് വലിയൊരു അതീവമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, യേശുവിനെ നേരിട്ട് കാണണം എന്നുള്ളത്. അപ്പോൾ സക്കായി പൊക്കം കുറഞ്ഞവനായതുകൊണ്ട് തന്നെ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്നും യേശുവിനെ കാണാൻ പറ്റാതെ അവനൊരു കാട്ടത്തി മരത്തിലേക്ക് വലിഞ്ഞു കയറുകയും അവിടെ നിന്ന് യേശുവിനെ ആവോളം കാണുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതറിഞ്ഞ യേശു അദ്ദേഹത്തെ താഴേക്ക് വിളിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി സർവം ശുദ്ധീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം, അല്ലേ? അദ്ദേഹം ആഗ്രഹിച്ചത്, സക്കായി ആഗ്രഹിച്ചത് ഒരു നോക്ക് കണ്ടാൽ മതി എന്നായിരുന്നു. പക്ഷേ യേശു ആഗ്രഹിച്ചത് അദ്ദേഹത്തെ വീണ്ടെടുത്ത് തൻ്റെ മകനാക്കി മാറ്റി പാപത്തിൽ നിന്നും വലിച്ചു കയറ്റി ഒരു പുതിയ ജീവിതം കൊടുക്കണം എന്നായിരുന്നു. എത്ര വലിയ കാര്യമല്ലേ? നമ്മൾ യേശുവിനെ തേടുകയാണെങ്കിൽ, അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു കാര്യം വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, അതിൻ്റെ ഏറ്റവും അങ്ങ് എക്സ്ട്രീമിൽ തരാനായിട്ട് കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഈ ഇന്നത്തെ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്, അല്ലേ? നമ്മൾ ചോദിക്കുന്നതിലും അത്യന്തം ആഗ്രഹിക്കുന്നതിലും അധികമായി നടത്താൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നാം എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടുന്നതിന് കാലതാമസം എടുത്താൽ ഒരിക്കലും ദൈവത്തെ പഴിചാരുകയോ ക്രൂശിക്കുകയോ ചെയ്യാതെ നമ്മുടെ ടൈമിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. ക്ഷമയോടെ കാത്തിരിക്കാൻ ആർക്കാണോ അവസരം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണോ കഴിയുന്നത്, അവർക്ക് വലിയൊരു നന്മ കാത്തിരിപ്പുണ്ട് എന്നുള്ള ആ ഒരു വലിയൊരു സുവാർത്ത പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.